യെശയ്യാപ്രവചനം 55 അധ്യായം 8-9 വാക്യങ്ങൾ. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഇവിടെ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ വസ്തുത ദൈവത്തിൻ്റെ വിചാരങ്ങളും ദൈവത്തിൻ്റെ വഴികളും എത്രമാത്രം ഉന്നതമാണ് എന്നുള്ളതാണ്. നമ്മുടെ വിചാരങ്ങളും നമ്മുടെ വഴികളും നമ്മുടെ പരിമിതികളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. നാം അതിനെല്ലാം ഒരു പരിധി വെച്ചാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ഇല്ലായ്മകളുടെ വെളിച്ചത്തിൽ, നമ്മുടെ പരിമിതികളുടെ വെളിച്ചത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ബലഹീനതകളുടെ വെളിച്ചത്തിലാണ് നാം വിചാരിക്കുന്നത്, നമ്മുടെ വഴികളെ നാം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ദൈവവചനം പറയുന്നത് ദൈവം അങ്ങനെയല്ല വിചാരിക്കുന്നത്. നമ്മുടെ വിചാരങ്ങളെക്കാൾ ഉന്നതമായ വിചാരങ്ങളാണ് ദൈവത്തിൻ്റെ വിചാരങ്ങൾ. നമ്മുടെ വഴികളെക്കാൾ ഉന്നതമായ വഴികളാണ് ദൈവത്തിൻ്റെ വഴികൾ. അതെത്രയോ അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. നാം വിചാരിക്കുന്നത് എത്രയോ പരിമിതമായ കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ്, ഇല്ലായ്മകളുടെ വെളിച്ചത്തിലാണ് നാം വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നാം പലപ്പോഴും വിചാരപ്പെടുവാനിടയായിത്തീരുന്നത്. പലതിനെ ചൊല്ലിയും നാം വിചാരപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വിചാരങ്ങൾ ഏറ്റവും താണ നിലയിലുള്ളത് ആയതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ നാളുകളൊക്കെ പലതും നാം വിചാരിച്ചത് നാം ഏറ്റവും താണപടിയിൽ നിന്നുകൊണ്ട് ചിന്തിച്ചതുകൊണ്ടാണ്. എന്നാൽ ദൈവം പറയുകയാണ്, കർത്താവിൻ്റെ വിചാരങ്ങൾ ഏറ്റവും ഉന്നതമായിട്ടുള്ള വിചാരങ്ങളാണ്. നമ്മുടെ വിചാരങ്ങളുടെ ഒരു ഉദാഹരണം തിരുവെഴുത്തുകളിൽ നമുക്ക് പലയിടങ്ങളിലായിട്ട് കാണുവാൻ സാധിക്കും. അബ്രഹാമിന് ദൈവം കൊടുത്തതായ വാഗ്ദത്തം നോക്കണം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരിയെപ്പോലെയും ആക്കും എന്നരുളി ചെയ്തു. എന്നാൽ അബ്രഹാമും സാറായും വിചാരിച്ചതെന്താണ്? ഈ പ്രായമുള്ളവനായ ഞാൻ, വൃദ്ധനായ, വയസ്സ് ചെന്ന് വൃദ്ധനായ ഞാനും വയസ്സ് എന്ന് വൃദ്ധയായ സാറായും ഇനി എങ്ങനെയാണ് അവർക്ക് മക്കളുണ്ടാവുക? എങ്ങനെയാണ് അവർക്ക് സന്തതിയെ ലഭിക്കുക? സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. ഇനിയും ഇങ്ങനെ ഒരു കാര്യം നടക്കുകയില്ല എന്ന് വിചാരിച്ചു. അവർ മനസ്സിൽ, അവരുടെ വിചാരത്തിൽ അവർ കണ്ടെത്തി, ഇതിന് സാധ്യതയില്ല, ഇത് സാധിക്കുന്ന കാര്യമല്ല. നോക്കണം, മാനുഷികമായ പരിമിതികളുടെ വെളിച്ചത്തിൽ അവർ ചിന്തിക്കുകയാണ്, ഇത് അസാധ്യമാണ്. ദൈവവചനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്, പലയിടങ്ങളിലായിട്ട് കാണുന്നുണ്ട്. അവരുടെ ശരീരത്തിൻ്റെ നിർജീവത്വം എന്നാണ് തിരുവെഴുത്ത് അവരെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരീരത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചു. അബ്രഹാം വിചാരിക്കുകയാണ്, ശരീരം നിർജീവമായി പോയി. സാറ വിചാരിച്ചു, ശരീരം നിർജീവമായി പോയി. ഇനിയും ദൈവത്തിൻ്റെ വാഗ്ദത്തം എങ്ങനെയാണ് നടക്കുന്നത്? പക്ഷേ ദൈവത്തിൻ്റെ വിചാരം അങ്ങനെയല്ലായിരുന്നു. വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയുടെ സമയമാകുമ്പോൾ ആ വാഗ്ദത്തം നിവൃത്തീകരിക്കപ്പെടും. അത്ഭുതാവഹമായ വഴികൾ ദൈവം ആ സമയത്ത് ഒരുക്കുകയാണ്. നമ്മുടെ പരിമിതികളുടെ വെളിച്ചത്തിലും പരിധികളുടെ വെളിച്ചത്തിലും നാം വിചാരിക്കുന്നത് പോലെ അല്ല ദൈവം നമ്മെ സംബന്ധിച്ച് വിചാരിക്കുന്നത്. അത്ഭുതകരമായ വഴികളിലൂടെ ദൈവം നമുക്ക് വേണ്ടി നമ്മെ സംബന്ധിച്ച് വിചാരിക്കുകയാണ് എന്ന് കാണുവാൻ സാധിക്കും. നമ്മെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ വഴികളും അത്ഭുതാവഹമായ വഴികളാണ്. നമ്മെ ഓരോ നിലയിലേക്ക് ദൈവം തിരിച്ചു വിടുന്നത് അത്ഭുതകരമായ കാര്യമാണ് എന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ഈ കഴിഞ്ഞ നാളുകളേക്കൊന്ന് പിന്തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ ദൈവം നമ്മെ ഓരോരോ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു വിട്ടത് എന്തിനു വേണ്ടിയായിരുന്നു? നമ്മൾ വിചാരിക്കും, നമ്മെ ദൈവം ഓരോ സ്ഥാനത്തേക്ക് തിരിച്ചു വിടുന്നത് അത് എനിക്ക് ഗുണമല്ലല്ലോ, എനിക്ക് പ്രയാസകരമാണല്ലോ, എനിക്ക് ദോഷമാണല്ലോ എന്നൊക്കെ നാം വിചാരിച്ചേക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ നാം പലപ്പോഴും പ്രയാസപ്പെടാം. അയ്യോ, എന്നെ ദൈവം എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു സ്ഥാനത്താക്കിയത്? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു കഷ്ടപ്പാട് എനിക്ക് തന്നത്? എന്തിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത്? ഈ ഒരു സാഹചര്യത്തിൽ ദൈവം എന്നെ എന്തുകൊണ്ടാണ് ആക്കിയിരിക്കുന്നത് എന്നൊക്കെ നാം വിചാരിച്ചേക്കാം. പക്ഷേ ദൈവവചനം പറയുന്നത് ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളെക്കാൾ ഉന്നതമായിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വഴികളെക്കാൾ ഉന്നതമായിട്ടുള്ളതാണ്.
നാം ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കും, നമ്മെ ഓരോരോ സ്ഥാനങ്ങളിലേക്ക് ദൈവം കൊണ്ടുചെന്നത് പ്രത്യേകമായ ചില ഉദ്ദേശ്യത്തോടു കൂടെയാണ്, പ്രത്യേകമായ ചില കാഴ്ചപ്പാടോടുകൂടെയാണ്. നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് വേണ്ടി, ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, ജീവിതത്തിൽ ചില കാര്യങ്ങൾ നാം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി, ചില നല്ല അനുഭവങ്ങൾ നമുക്ക് വരുന്നതിന് വേണ്ടി, മാത്രമല്ല ചില അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി, നമ്മെ സ്വയം പര്യാപ്തരാക്കുന്നതിന് വേണ്ടി ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ ദൈവം നമ്മെ പ്രത്യേകമായ ചില സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുചെല്ലുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികൾ അത്ഭുതാവഹമാണ്. അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മെ ഓരോ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുചെല്ലുന്നത്. നാം വിചാരിക്കുന്നത് നമ്മുടെ വഴികൾ ആ ഏറ്റവും താണപടിയിലാണ് നാം ചിന്തിക്കുന്നത്. പക്ഷേ ദൈവം നമ്മെ സംബന്ധിച്ച് അത്ഭുതകരമായ പ്ലാനും പദ്ധതിയുമാണ് ഒരുക്കിയിട്ടുള്ളത്. ആ പ്ലാൻ എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതാത് സമയങ്ങളിൽ മാത്രമേ നമുക്കത് വെളിപ്പെടുകയുള്ളൂ. ഒരുപക്ഷെ ദൈവം തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തേക്കാം. പക്ഷേ ദൈവം അതാത് സമയങ്ങളിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായ അത്ഭുതാവഹമായ പദ്ധതികൾ അത് നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. അതാത് സമയങ്ങളിൽ മാത്രമേ നമുക്കത് കാണുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ദൈവം നമ്മെ സംബന്ധിച്ച് വിചാരിക്കുന്നത്. നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് ഒരുപക്ഷെ നമുക്ക് ഒരുപാട് കണക്കൂട്ടലുകൾ ഉണ്ടായിരിക്കാം. നമ്മൾ ഒരുപാട് പ്ലാനും പദ്ധതിയും ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കാം. പലപ്പോഴും നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് വിചാരപ്പെടുന്നവരായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി ഇങ്ങനെയൊന്നുമല്ല. ദൈവം അതാത് സമയങ്ങളിൽ അത്ഭുതകരമായിട്ട് നമുക്ക് വേണ്ടി ചില വഴികളെ ഒരുക്കി തരുന്നവനാണ്. നമുക്കത് അത്ഭുതമായിട്ട് തോന്നാം. അതാത് സമയങ്ങളിലാണ് നമുക്കത് കാണുവാൻ സാധിക്കുക. ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ തീരത്ത് വന്നപ്പോൾ അവർ വിചാരിച്ചു അവരുടെ വഴികൾ അടഞ്ഞുപോയെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയല്ലായിരുന്നു. ആ ചെങ്കടലിൻ്റെ നടുവിലൂടെ അവരെ അക്കരയ്ക്ക് കടത്തുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളെക്കാൾ ഉന്നതമായ വിചാരങ്ങളാണ്. നാം നമ്മുടെ ഇല്ലായ്മകളിലും നമ്മുടെ വിഷമങ്ങളിലും നമ്മുടെ പ്രയാസങ്ങളിലും കൂടെയാണ് നാം ചിന്തിക്കുന്നത്. നമ്മുടെ പരിമിതികളാണ് നമ്മുടെ മുൻപാകെ നിൽക്കുന്നത്. അസാധ്യം എന്നുള്ള വലിയ ബോർഡിൻ്റെ മുൻപാകെയാണ് നാം നിൽക്കുന്നത്. നാം എപ്പോഴും അതിലോട്ട് നോക്കുകയാണ്, ആ ബോർഡിലേക്ക് നോക്കുകയാണ്. ഇന്ന കാര്യം അസാധ്യമാണ്, ഇന്നിന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാൻ സാധ്യമല്ല, ഇന്നിന്ന അനുഗ്രഹങ്ങൾ എനിക്കില്ല, ഇന്നിന്ന പ്രത്യേകതകൾ ഇതെല്ലാം പരിമിതങ്ങളാണ് എന്ന് നാം വിചാരിക്കുകയാണ്. ഇന്ന അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് തടഞ്ഞിരിക്കുന്നു, ഇന്നിന്ന നന്മകൾ എനിക്ക് തടഞ്ഞിരിക്കുന്നു, ഇന്നിന്ന വഴികൾ എൻ്റെ മുൻപാകെ അടഞ്ഞിരിക്കുന്നു, ഇന്ന ജോലികൾ ഇന്നിന്ന കാര്യങ്ങളെല്ലാം അടഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മളെ വിചാരങ്ങൾ. പക്ഷേ ദൈവം നമ്മെ സംബന്ധിച്ച് ചിന്തിക്കുന്നത് അങ്ങനെയല്ല. അസാധ്യം എന്ന് തോന്നുന്നതായ ആ കാര്യം ദൈവം നമ്മെ സംബന്ധിച്ച് അത്ഭുതകരമായിട്ട് ചിന്തിക്കുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള അനുഗ്രഹത്തിൻ്റെ വഴികളാണ് നമ്മുടെ മുൻപാകെ ദൈവം നമുക്ക് വേണ്ടി തുറന്നു നൽകുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവവചനം നമ്മോട് പറയുകയാണ്, നീ അസാധ്യമെന്ന് കരുതുന്ന, നിൻ്റെ ജീവിതത്തിലെ പ്രയാസകരമെന്ന് കരുതുന്ന കാര്യങ്ങൾ അതിനെ അത്ഭുതകരമാക്കി ദൈവം നിൻ്റെ മുൻപാകെ നിനക്ക് നൽകുന്നവനാണ്. നീ ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവം നിന്നെ സംബന്ധിച്ച് ചിന്തിക്കുന്നത്. നീ ചിന്തിക്കുന്ന വഴികളല്ല ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അത്ഭുതകരമായ വഴികളാണ് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും ഉന്നതമായ വിചാരങ്ങളാണ് ദൈവത്തിന് നിന്നെ സംബന്ധിച്ചുള്ളത്. ഉന്നതമായ പദ്ധതിയാണ് ദൈവത്തിന് നിന്നെ സംബന്ധിച്ചുള്ളത്. നീ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുവാനായിട്ടുള്ളവൻ ഉള്ളവൾ അല്ല. നീ ഇങ്ങനെ ഏറ്റവും താണപടിയിൽ ചിന്തിക്കുവാനുള്ളവനോ ഉള്ളവളോ അല്ല. നിന്നെ സംബന്ധിച്ച് ഏറ്റവും ഉന്നതമായ ഉത്കൃഷ്ടമായ പദ്ധതികൾ, നിന്നെ സംബന്ധിച്ചുള്ള വിചാരങ്ങൾ ദൈവത്തിനുണ്ട്. നിന്റെ വഴികൾ ഏറ്റവും ഉന്നതമായിട്ടുള്ള വഴികളായിട്ട് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. അതടുത്ത ദിവസങ്ങളിൽ നീ കാണുവാനായിട്ട് പോവുകയാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന വഴികൾ നീ കാണുവാൻ പോവുകയാണ്. ദൈവം നിന്നെ ഉയർത്തുന്ന പാതകൾ നീ കാണുവാനായിട്ട് പോവുകയാണ്. ഇന്ന് രാവിലെ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ദൈവം നമ്മോട് പറയുകയാണ്, നിന്റെ വിചാരങ്ങളെക്കാൾ ഉന്നതമായ വിചാരങ്ങളും നിന്റെ വഴികളെക്കാൾ ഏറ്റവും ഉന്നതമായ വഴികളും ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അത് സ്വീകരിക്കുവാൻ നീ വിശ്വസിക്കുക. കർത്താവ് നിന്നെ സഹായിക്കട്ടെ. ഇന്ന് രാവിലെ നാം നമ്മുടെ പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് കർത്താവ് നമുക്ക് വേണ്ടി ഉന്നതമായ വഴികൾ ഒരുക്കിയിരിക്കുന്നു, ഉന്നതമായ വിചാരങ്ങൾ എന്നെ സംബന്ധിച്ച് ദൈവത്തിനുണ്ട് എന്നുള്ളത് മാത്രം ചിന്തിച്ച് വിശ്വസിച്ച് ഇന്ന് പകലിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങളെപ്പറ്റി ഉന്നതമായി വിചാരിക്കുന്നവനാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതിനായി സ്തോത്രം.
ഞങ്ങളുടെ വിചാരങ്ങൾ പലപ്പോഴും കർത്താവെ അസാധ്യമെന്ന് കരുതുന്നതാണ്. ഞങ്ങളുടെ വിചാരങ്ങൾ താണപടിയിലുള്ളതാണ്. കർത്താവെ, ഞങ്ങളുടെ വഴികൾ ഏറ്റവും താണ പാതകളാണെന്നാൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പാതകൾ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴികൾ ഉന്നതമായ വഴികളാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങൾ നടക്കേണ്ടതായ പാത ഞങ്ങൾക്ക് കാണിച്ചു തന്നാട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അവിടുത്തെ വിചാരങ്ങൾ എത്ര ഉന്നതമാണെന്ന് ഇന്ന് പകലിൽ ഞങ്ങൾ കണ്ട് അറിയട്ടെ. കർത്താവെ, അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. അങ്ങനെ ചെയ്തിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വഴികളെ അവിടുന്ന് കാണിച്ചു തന്നാട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ മാർഗ്ഗങ്ങളെ ഞങ്ങൾക്ക് കാണിച്ചു തന്നാട്ടെ. എത്ര ഉന്നതമായിട്ട് ഞങ്ങളെ വഴികൾ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള വഴികൾ അവിടുന്ന് ഒരുക്കിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ ഇന്ന് പകലിൽ കാണട്ടെ. കർത്താവെ, അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.